എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്കൂൾ ബാഗ് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതൊരു പഴയ ജീൻസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. 10 രൂപയുടെ 2 സിബ് മാത്രമാണ് ഇതിനാവശ്യമായി വരുന്നത്. ഇത് കുറച്ച് ഡാർക്ക് സിബാണെങ്കിൽ നന്നായിരുന്നു. ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് കുറച്ച് മെഷർമെൻറ്റ് കൂട്ടിയെടുത്ത സ്കൂൾ കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ബോട്ടം, ഈ മടക്കിയടിച്ച ഭാഗം ഇങ്ങനെ ഓരോന്നായി കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ആകെ ഇറക്കം 14 ഇഞ്ചാണ് വയ്ക്കുന്നത്. ഇനി ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുക. കട്ടി കൂടിയ തുണിയായതുകൊണ്ട് ഇങ്ങനെ സിംഗിളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇവിടെ ഈ ഡബിൾ തയ്യലിട്ട ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതും അങ്ങനെ ഓപ്പൺ ചെയ്യാം. വീതി ആകെ 10 ഇഞ്ചാണ് വയ്ക്കുന്നത്. അതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ടത് കട്ട് ചെയ്യാം. ഇനി ഈ പീസ് ഇങ്ങനെ മേലെ വെച്ചിട്ട് അടുത്ത ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് മടക്കി വെച്ചിട്ട് ഈ കോർണർ ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇനി അത് വെച്ചിട്ട് അടുത്തതും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അത് ബാക്ക് നാടയ്ക്ക് വേണം. സൈഡിൽ ഒരു പീസ് കൊടുക്കാണ്ട്, അതിനെല്ലാം കൂടി ചേർന്നാണ്. ഇവിടെ ബാക്ക് വശത്തു നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് സിബ് വെച്ചിട്ട് ഒരു പോക്കറ്റ് തയ്ക്കാം. ഇതൊരു 7 ഇഞ്ച് വീതി വയ്ക്കാം. ഇറക്കവും അത്ര തന്നെ മതി. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബെൽറ്റിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. ഇത് 3 ഇഞ്ച് വീതിയാണ് എടുക്കേണ്ടത്. നീളം മാക്സിമം എടുക്കാം. അതിലുള്ളത് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത പീസിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാഗിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വീതി കൂടുതൽ വയ്ക്കാം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പോക്കറ്റിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഈ തുണി ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ക്രോസ് ആയിട്ട് വി ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇനി ഇതൊന്ന് മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കാം. അത് സിബ് വെച്ച് അടിച്ചിട്ടുണ്ട്. ക്യാമറ ഓഫായി പോയി. ഇനി ഈ തുണിയുടെ സെൻറ്ററിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് സൈഡിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് സ്ക്വയറിൽ അടിച്ചെടുക്കുക. ഇത് ബാഗിൻ്റെ നല്ല വശത്താണ് വയ്ക്കുന്നത്. ബാഗിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ
പോക്കറ്റിൻ്റെ അളവും കൂട്ടാവുന്നതാണ്. ഒരു സ്റ്റിച്ചും കൂടി ഇടാം ഭംഗിക്ക് വേണ്ടി. ഈ ഓപ്പൺ ഭാഗത്ത് വലിയ സിബ് വയ്ക്കാം. അതിനൊരു പീസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല വലിയണ തുണിയാണ്, അപ്പോൾ അതുകൊണ്ട് ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കനം കുറഞ്ഞ തുണി ക്യാൻവാസാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ സിബ് വെച്ച് അടിച്ചെടുക്കാം. ഇനി തുണിയുടെ ഉള്ളിലേക്ക് ലൈനിങ് പീസ് കൊടുക്കാം. അതിങ്ങനെ പോളിസ്റ്റർ തുണി എടുത്താൽ മതി. അതിൽ ഓരോ പോക്കറ്റ് വയ്ക്കാം. ഇവിടെ മൗത്തൊന്ന് 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. വേണമെങ്കിൽ ഇവിടെ സിബും വയ്ക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മടക്കി ഇങ്ങനെ വച്ചിട്ട് അടിച്ചെടുക്കുക. ഇത് ബാഗിനുള്ളിലായിട്ട് ഫോണെല്ലാം വയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ തുണി പോളിസ്റ്റർ ആയതുകൊണ്ട് നനച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇനി ഇതുപോലെ അടുത്ത സൈഡിൽ ഒരു പോക്കറ്റ് വയ്ക്കാം. ഇത് കുറച്ച് വലിയ പോക്കറ്റാണ്. ഇതിങ്ങനെ മൗത്ത് അടിച്ചതിന് ശേഷം ബാഗിൻ്റെ മുഴുവൻ വീതിയിലും കൊടുക്കാം. ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കുക. ഇവിടെ ആദ്യമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ തുണിയുടെ ഉൾവശത്ത് ഇങ്ങനെ വച്ചിട്ട് ഒന്ന് അടിച്ച് എടുക്കുക. അടുത്ത ഭാഗത്തും അതേപോലെ തയ്ച്ചെടുക്കാം. ഇനി സിബിൻ്റെ 2 സൈഡുമായിട്ട് 3 ഇഞ്ച് വീതിയുള്ള ഓരോ പീസ് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇവിടെ മുകൾ ഭാഗത്ത് സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം. അതായത് സിബ് വെച്ച തുണിയുടെ സെൻറ്ററും ബാഗിൻ്റെ മുകൾ വശത്തെ സെൻറ്ററും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് തയ്ച്ചു തുടങ്ങാം. ഇവിടെ കോർണർ സ്ക്വയറാണ് വരുന്നത്, അപ്പോൾ ഇങ്ങനെ ഒന്ന് അടയാളം ഇടുക. ഇനി ഇങ്ങനെ അടിച്ചെടുക്കുക. അടയാളിട്ട ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ സെൻറ്ററിലാണ് ജോയിൻ്റ് വരുന്നത്. ഇനി അടുത്ത സൈഡ് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് അടിച്ചു വരിക. ഇവിടെ അതേപോലെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഇനി അതിങ്ങനെ ഒപ്പം വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യുക. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഇവിടെ ഒന്ന് ചേർത്തടിക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഓക്കെ ആയി. ഇനി ഇതിലേക്കുള്ള ബെൽറ്റ് തയ്ക്കാം. ഇത് 1 ഇഞ്ച് വീതി വയ്ക്കാം, ഒരു 6 ഇഞ്ച് നീളവും. 2 സൈഡും ഒരു തയ്യലിടാം. ഇനി ഇത് 21 ഇഞ്ച് നീളമാണ് വേണ്ടത്. വീതി 1 ഇഞ്ച് തന്നെ വയ്ക്കാം. ഇതിലും 2 തയ്യലിടാം.
ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഇനി അതിനോട് ചേർന്ന് വലിയ ബെൽറ്റ് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അതിൻ്റെ എൻഡ് ഇങ്ങനെ വളച്ചെടുക്കുക. ഇവിടെ ഒരു 2 ഇഞ്ച് മുകളിലായിട്ട് അതൊന്ന് തയ്ച്ച് വയ്ക്കുക. ഇവിടെ അതുപോലെ തയ്ക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒപ്പം വച്ചിട്ട് അങ്ങനെ റൗണ്ടിൽ തയ്ച്ചെടുക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.